നമസ്കാരം. ഇന്ന് നമ്മൾ മലയാളികളുടെ ആത്മാവിൽ പതിഞ്ഞ ഒരു അപൂർവ ഉത്സവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. കൊടുങ്ങല്ലൂർ ഭഗവതിയമ്മയുടെ ഭരണി ഉത്സവം. മീനമാസത്തിലെ ഭരണി നക്ഷത്രത്തിൽ കൊടുങ്ങല്ലൂർ ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രത്തിൽ വച്ച് നടക്കുന്ന ഈ ഉത്സവം ഭക്തിയുടെ അതിരുകളിലേക്കും ആചാരങ്ങളുടെ അത്രസാധമായ പരിസരങ്ങളിലേക്കും നമ്മെ കൊണ്ടുപോകുന്നു. ആകാശം ചുവപ്പിക്കുകയും ഭൂമി നടുങ്ങുകയും ചെയ്യുന്ന ഈ ഉത്സവത്തിൽ ഇരുട്ടിന്റെ കുലുക്കത്തിൽ നിന്ന് പിറവിയെടുത്ത അന്ധകാരം പടരുന്ന ദേവിയെ അനുരഞ്ജിപ്പിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ പാടിയും ചാടിയും ക്ഷേത്രത്തിലേക്ക് ഒഴുകുന്നു. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി ഉത്സവത്തിൽ ഉള്ളതുപോലെ ഇന്ത്യയിലെ മറ്റു ക്ഷേത്രങ്ങളിലും കാണാൻ കഴിയാത്ത ഒരു ആചാരമാണ് കോഴിക്കല്ല് മൂടൽ. ഇത് ദേവിയോടുള്ള ഭക്തിയുടെയും ചരിത്രപരമായ യുദ്ധങ്ങളുടെ ഓർമ്മപതിപ്പാണ്. പുരാണങ്ങൾ പ്രകാരം ഭദ്രകാളി ദേവി ദാരികൻ എന്ന അസുരനെ നശിപ്പിച്ച ശേഷം രക്തപാനത്തിൽ അതിയായ പ്രകോപത്തിൽ കലാശിച്ചു. അപ്പോൾ ഭക്തർ ദേവിയെ ശമിപ്പിക്കാൻ കോഴികൾ അർപ്പിച്ചു, അതായത് കോഴികളെ ബലിയർപ്പിച്ചു. കൂടുതൽ ഈ സമരത്തിന്റെ ഓർമ്മപതിപ്പായി ഭക്തർ ഇപ്പോഴും ക്ഷേത്ര പരിസരത്ത് കല്ലുകൾക്ക് ചുവപ്പു തുണി മൂടുന്നു. അതാണ് കോഴിക്കല്ല് മൂടൽ എന്നറിയപ്പെടുന്നത്. നേരത്തെ നടന്ന കോഴിബലി ആചാരം ഇപ്പോൾ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ പകരം അതിന്റെ പ്രതീകമായി കല്ലുകൾ മൂടുന്നു. ഓരോ കല്ലും ഓരോ കോമരന്റെ അനുഭവങ്ങളെയും ഓരോ ഭക്തന്റെയും അഭിമുഖമായ സമർപ്പണ മനോഭാവത്തെയും പ്രതിനിധീകരിക്കുന്നു. ഇതൊരു ലളിതമായ ആചാരമാകാമെങ്കിലും അതിനു പിന്നിലുള്ള ആഴമൊന്നും ലളിതമല്ല. കോഴിക്കല്ല് മൂടൽ ഭദ്രകാളിയുടെ ക്രോധത്തെയും ഭക്തരുടെ ഭയരഹിതമായ സമർപ്പണത്തിന്റെയും ജീവിച്ചിരിക്കുന്ന ഓർമ്മയാകുന്നു. ഭദ്രകാളിയുടെ ആ രക്തതാളത്തിനും ചിറകിനും വേണ്ടി ഭക്തർ കൊടി ചുമന്നു, ഓരാൽപ്പാട്ട് പാടി, കുരുത്തോല പൊഴിച്ചു, കേത്തുള്ളൽ നടത്തി, ഒടുവിൽ വിജയത്തിന് ദൈവത്തെ നന്ദി പറഞ്ഞു. അതിനാലാണ് വിജയക്കായി കൊടി നട്ട് ദൈവത്തെ സ്തുതിക്കുക എന്നത് ഭരണിയുടെ ഗൗരവമായ ഒരു ഭാഗമായത്. കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ പേരിൽ കരിയുന്ന കണ്ണുകളും ചുവന്ന തുണിയിലും ചുറ്റപ്പെട്ട ഭക്തരും
ഈ കാഴ്ചയാണ് കേരളം മുഴുവൻ വിസ്മയത്തോടെ നോക്കുന്നതും ചിലർ ഭയപ്പെടുന്നതും. കാവ് തീണ്ടൽ കൊടുങ്ങല്ലൂർ ഭരണി ഉത്സവത്തിലെ ഹൃദയമാകുന്നു. വെളിച്ചപ്പാട് എന്നറിയപ്പെടുന്ന കോമരങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും ചുവപ്പു വസ്ത്രം ധരിച്ച് കയ്യിൽ വാളും പുലിയും പിടിച്ച് ഫ്രാൻസ് നിലയിൽ ക്ഷേത്രത്തിലേക്ക് കയറുന്നു. കൂടുതൽ അവർ ദേവിയെ ആവാഹിക്കുന്നവരാണ്, അതായത് ദേവിയുടെ അവതാരമാണ് അവർ. അവരുടെ കൈകളിൽ പുലിയും വായിൽ ഭരണിപ്പാട്ട്. വെറും ആചാരമല്ല, ആത്മീയ ഉന്മാദമാണ്. ഓരോ കോമരന്റെയും മനസ്സിൽ ദേവിയെ സമർപ്പിക്കുന്ന ആത്മാർത്ഥത, ഓരോ കൈയിൽ പുലിയേന്തുന്ന ആകുലത, ഓരോ മുഴക്കത്തിലൂടെ പുറത്തേക്കൊഴുകുന്ന വിശ്വാസം. കൊടുങ്ങല്ലൂർ ഭരണി അതിന്റെ എല്ലാ ഉഗ്രതയിലും അതിന്റെ എല്ലാ ഭക്തിയിലും നമ്മെ ഞെട്ടിക്കുകയും ഭക്തിയിൽ അഭിസ്മരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാഴ്ച. അതിന്റെ ഹൃദയത്തിൽ കാവ് തീണ്ടൽ.